നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രേണുസൂദിനാണല്ലോ നമ്മുടെ കണ്ടൻറ്റ്. അപ്പോൾ പുതിയ പുതിയ വെറൈറ്റി വീഡിയോ ഒക്കെ ആയിട്ട് നമ്മുടെ രേണുസൂദി പിന്നെയും വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് രേണുസൂദി വൈറലാകാൻ കാരണം രേണുസൂദിൻ്റെ പിന്നെ വീഡിയോ ഒക്കെ പിടിച്ച് ഫോട്ടോ പിടിച്ച് ഒരു ആർട്ടിസ്റ്റ് അദ്ദേഹം ഈ രേണുസൂദിയുടെ ഫോട്ടോ വരച്ചപ്പോൾ അത് ഈ രേണുസൂദിനെ കളിയാക്കിയ രീതിയിൽ വരച്ചതാണ്, മോശപ്പെട്ട രീതിയിലാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവർ വന്നുകൊണ്ടിരിക്കുന്നത്. പല പല സ്വപ്നങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ രേണുസൂദി വന്നത്. ഗൾഫിൽ ചെമ്പരത്തി വാർ ഉദ്ഘാടനം ചെയ്യാൻ പോയതും അവിടെ താമസിച്ചതും അവിടുന്ന് കാശുണ്ടാക്കിയതും ഒക്കെ നമുക്കറിയാം. അപ്പം ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പുതിയ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ രേണുസൂദി ഏറെ കയറി വൈറലായി ഹൈറേഞ്ച് വരെ പോയി എന്നാണ് പറഞ്ഞത്. ഹൈറേഞ്ചിൽ പോയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. നമ്മുടെ അനീഷിൻ്റെ വീഡിയോ യൂട്യൂബിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത വീഡിയോ ആണ്. എന്തെല്ലാം സ്വപ്നങ്ങളാണെന്നോ, എന്തെല്ലാം മോഹങ്ങളാണെന്നോ. അനീഷ് പാടിയതിൻ്റെ 2 വരിയും കൂടി ഞാൻ പാടിയെന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് ആ വീഡിയോ കാണാം, എന്നിട്ട് പിന്നെ ബാക്കി സംസാരിക്കാം. ഓക്കെ. റെക്കോർഡ് എടുത്തിട്ട് എത്ര പേർക്കാടേ നീ കൊടുത്തത്? അത് എനിക്ക് നെഗറ്റീവ് പറയുന്ന കുറേ എണ്ണത്തിന്. എന്തായാലും ഞാൻ വൈറലായി ഹൈ റേഞ്ച് കയറിയിട്ടുണ്ട്. എന്തായാലും ഇതുവരായിട്ട് ഇറങ്ങിയിട്ടില്ല. കാരണം ഞാൻ ചൂണ്ടപ്പൊട്ടിയിരിക്കുന്നു പറഞ്ഞതാണ്. അപ്പം ആരോ ഒരാൾ പറഞ്ഞു, എന്താ പറയാ, എന്തോ കടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കടിക്കില്ലെന്ന് പറഞ്ഞു. അതാണ് എടുത്തുകൊണ്ട് പോയേക്കുന്നത്. എനിക്ക് എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നോ. നിങ്ങളെ അടുത്ത വീഡിയോ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രേണുസൂദിയുടെ ഡാൻസും കണ്ണടയൊക്കെ വെച്ചിട്ടുണ്ട്. ആ കുലുങ്ങലും ശരീര വെടിവ് കാണിച്ചിട്ടുള്ള ആ ആക്ഷൻ, അത് കണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്ത് ഒരാൾ കമൻറ്റ് ചെയ്തതാണ് ലൈവിൽ. അപ്പോൾ ഇവർക്ക് നേരെ തിരിഞ്ഞ് ഇവരെ തെറി പറയുകയാണെന്നോ ഇവരെ വിമർശിക്കുക എന്നുള്ള രീതിയിലാണ് ഇവർക്ക് തോന്നിയത്. അതിന് അയാളെ കുറേ തെറി പറയുന്നുണ്ട്. നീ എടി പൊടി എന്നൊക്കെ വിളിക്കുന്നത് നിൻ്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി, എന്നെ വിളിക്കാൻ നിൽക്കണ്ട, എന്നെ വിളിച്ചു കഴിഞ്ഞാൽ നല്ലത് കേൾക്കും എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ രേണുസൂദി തന്നെ സംസാരിച്ചിട്ട് പറയുന്നതാണ്, നീ എന്നെ പറഞ്ഞതല്ലേ, അത് ശരി, ഞാൻ കരുതി നീ എന്നെ പറഞ്ഞതാന്ന്. എന്നെ പറഞ്ഞത് നിനക്ക് ശരിക്കും കേൾക്കും, മനസ്സിലായോ? രേണുസൂദി ആരാന്നുള്ള അറിയുന്നുള്ള രീതിയിലാണ് രേണുസൂദി പറയുന്നത്. രേണുസൂദി എന്താ പറയുക, ഞാൻ പറഞ്ഞ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഏതോ ഒരു കടപ്പുറത്തൊരു കടലാമ ഇരിക്കുന്നതോ മദാമ ഇരിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയത്. നേരത്തെ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഏകദേശം അതേപോലെയൊക്കെ തോന്നുന്നത്. നിങ്ങൾ എന്തോ വലിയൊരു സംഭവം എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോഴും ആൾക്കാരുടെ മുന്നിൽ കൂടി നടന്ന് ഇങ്ങനെ പ്രചരിക്കുന്നതും ഡാൻസ് ചെയ്യുന്നതൊക്കെ അല്ലേ. മനസ്സിലായോ? നിങ്ങൾ ഇതിനുള്ള കണ്ടൻറ്റുകളും അവസരങ്ങളും നിങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അതനുസരിച്ച് ആൾക്കാർ പ്രതികരിക്കുന്നു. ആൾക്കാരോട് നിങ്ങൾ ദേഷ്യപ്പെട്ടിട്ടോ ഒന്നും ഒരു കാര്യമില്ല. തെറ്റ് ആര് കണ്ടു കഴിഞ്ഞാലും ആരായാലും പ്രതികരിക്കും. നിങ്ങളുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. ചിലപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന 1-2 ആളുകളുണ്ടാവും. ഏതോ ശാരികയോ ശൂരികയോ വേറെ 1-2 ഉണ്ടല്ലോ. അങ്ങനെയുള്ളവരൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ ആ അംഗവടിവും ആ വട കാണിച്ചിട്ടുമുള്ള ആ ഡാൻസും ആ നൃത്തത്തിനൊക്കെ. എന്നിട്ട് ശാരിക തന്നെ ഇപ്പോൾ ഈ അനീഷിൻ്റെ വീഡിയോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോളെ നീ ഇങ്ങനെ തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മുടെ രേണുസൂദി ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. രേണുസൂദിയുടെ യഥാർത്ഥ മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യഥാർത്ഥ മുഖം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ, 10 പൈസയ്ക്ക് കൊള്ളത്തില്ല. ഇതൊക്കെ ഈ മേക്കപ്പാണ്. പുട്ടി വാരി തേച്ച് ഇങ്ങനെ വെളുപ്പിച്ചിട്ട് ചുണ്ടത്ത് ലിപ്സ്റ്റിക് ഇട്ടിട്ട് നമ്മുടെ ബ്രേക്ക് ടെസ്റ്റ് ആകുമ്പോൾ വണ്ടി പെയിൻ്റ് അടിക്കുന്നത് പോലെയാണ് ഇപ്പോൾ രേണുസൂദി നടക്കുന്നത്. നല്ല വെളുത്തിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മേക്കപ്പ് ചെയ്താൽ നമ്മളൊക്കെ ഇതിൻ്റെ ഡബിൾ ഗ്ലാമർ വരുമെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മളൊന്നും മേക്കപ്പ് ചെയ്തിട്ടില്ല. നമ്മളിനി കൂടി വന്ന ഒരു പോൺസിൻ്റെ പൗഡർ എന്തെങ്കിലും വാങ്ങിയിട്ടൊക്കെ ഒന്ന് വെളുപ്പിക്കുന്നില്ല. ഇതേപോലുള്ള ഈ ലിപ്സ്റ്റിക് ഇടലോ അതല്ലെങ്കിൽ മുഖത്ത് ഈ വൈറ്റ് പൗഡർ വാരി വെതറി അങ്ങനെയൊന്നും നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് രേണുസൂദി കഴിഞ്ഞു പോണത്. അപ്പോൾ രേണുസൂദി ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നിങ്ങളുടെ മേക്കപ്പും നിങ്ങളുടെ ഡാൻസും കണ്ടിട്ട് ആൾക്കാർ പ്രതികരിക്കുന്നതാണ്. നിങ്ങളെ ഈ ഒരുപാട് യൂട്യൂബർമാരെന്നല്ല, ഒരാളെന്നല്ല, ഒരുപാട് യൂട്യൂബർമാർ പ്രതികരിക്കുന്നുണ്ട്. ഇതുവരെ പ്രതികരിക്കാത്ത പുതിയ യൂട്യൂബർമാർ
പുതിയതാണ് ചിലപ്പോൾ പഴയ യൂട്യൂബർമാരോ അവർ കുറേ മുമ്പുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോ കണ്ടപ്പോൾ ചിലർ ഇപ്പോഴും നിങ്ങളുടെ ഈ വീഡിയോ ഇട്ട് പ്രതികരിക്കുന്നുണ്ട്. അതിന് അവസരം ഉണ്ടാക്കിയതാരാണ്? നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ കിട്ടാനായിട്ട് നിങ്ങൾ ലൈവിൽ ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുപോയി ഡാൻസ് കളിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും. അതിലൊന്നും വലിയൊരു കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വില തന്നെയാണ് പോണത്. മനസ്സിലായില്ലേ? ഇനി അടുത്ത വീഡിയോ എന്താണെന്നുള്ളത് കാണാം. എന്ത് ആര് പരിപാടി കാണിച്ചെന്ന് നീ എന്ത് കോപ്പായി പറയുന്നേ? ഇത് ലൈവില് ഒരാള് ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമന്റ് ഇട്ടതാണ്. പക്ഷെ ഈ പുള്ളിക്കാരിക്ക് തിരിച്ചത് എന്താണ്? ഈ പുള്ളിക്കാരിയെ വഴക്ക് പറയുന്നതായിട്ടാണ്. അപ്പോഴത്തേന് നീ ഒന്നും വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ അങ്ങോട്ട് വഴക്ക് പറഞ്ഞു. തിരിച്ച് അവൻ ഇതൊന്ന് ക്ലിയർ ആക്കി കൊടുത്തപ്പോൾ പിന്നെ നീയൊന്നും എടാ പോടാന്നൊന്നും വിളിച്ചതൊന്നും വിഷയമില്ല. എന്നെ നീ നല്ലത് പറഞ്ഞതുകൊണ്ട് ഓക്കെ, ഞാൻ നല്ല ഇതുപോലെ ക്ഷമിച്ചിരിക്കുന്നു എന്ന രീതിയിലും പറയുകയാണ്. അല്ലാതെ വിളിച്ചാൽ നീ കോപ്പെന്നൊക്കെ വിളിച്ചാൽ അവൾക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നീ കോപ്പെന്ന് മറ്റുള്ളവരെ വിളിച്ചാൽ അവൾക്ക് സന്തോഷമാണ്. ആര് പരിപാടി കാണിച്ചെന്നാ നീ പറയുന്നത്? എടി പോടി നീ എന്നൊക്കെ നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കുന്നത്. സബ് കളഞ്ഞിട്ട് പോക്കോ കേട്ടാ. അങ്ങനെയാണോ? നീ എന്നെ പറഞ്ഞതല്ലേ? ഓക്കെ, ഞാൻ ഓർത്ത് നീ എന്നെ പറഞ്ഞായിരിക്കുന്നു. എന്നെ പറഞ്ഞ എൻ്റെ വായ നല്ല വർത്താനം കേൾക്കും, അത് ആരാണെങ്കിലും. ഹായ് ഡിയർ, ഹായ്. ലൈവ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ്, അത് നമുക്കറിയാലോ. അല്ലാതെ ഇപ്പം ലൈവ് കയറി കണ്ട് ആസ്വദിച്ച് സ്ക്രീൻഷോട്ട് എടുത്തവന്മാരാണല്ലോ ഈ പരിപാടി കാണിച്ചത്. സോ എന്ത് ഈ സ്ക്രീൻ, അതായത് ഇപ്പോൾ രേണുസുതി പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു ആർട്ടിസ്റ്റ് ഇവരുടെ പടം വരച്ചു വന്നു. അത് ശംഖു ശ്രീജിത്ത് പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അയാളുടെ പ്രൊഫൈൽ വരെ രേണുസുതി മൊബൈലിൽ ഇങ്ങനെ പൊക്കി പിടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ് അവൾക്ക് അങ്ങനെ വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമൻറ്റിൽ അതിൻ്റെ ചുവട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ശംഖു ശ്രീജിത്തിനോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു മാന്യനായ ഒരു ചിത്രകാരനല്ല. ഒരു സ്ത്രീയുടെ ജീവൻ, അതായത് എൻ്റെ ജീവിതം വെച്ചിട്ടാണ് നിങ്ങൾ പന്താടുന്നത്. അതായത് നിങ്ങൾ ചിത്രം വരയ്ക്കുക, നിങ്ങൾ മോശപ്പെട്ട രീതിയിലാണ് ചിത്രീകരിക്കുന്നത്. അതായത് ഇങ്ങനെ കുത്തി നോവിക്കുക എന്നൊക്കെ പറയുമല്ലോ. കുത്തി നോവിക്കാനുള്ള അവസരം ആരുണ്ടാക്കി കൊടുത്ത? രേണുസുതി തന്നെ ഉണ്ടാക്കിയതല്ലേ? ഞാനിത് മുമ്പും പല വീഡിയോ പറഞ്ഞ പോലെ ആ ബിഷപ്പിനെയും ഫിറോസിക്കാനെയൊക്കെ നിങ്ങൾ വളരെ ഒരുപാട് കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അനന്തരഫലം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങളായിട്ടാണ് നിങ്ങൾക്കുള്ള ഈ കണ്ടൻറ്റുകൾ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒരുപാട് സ്ത്രീകളുണ്ട്, പക്ഷേ നിങ്ങളെപ്പോലെ ഇങ്ങനെ എപ്പോഴും ദിവസേന എന്തെങ്കിലും ഡാൻസായിട്ടോ ഒക്കെ ആയിട്ടോ നിങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിരിക്കുമ്പോൾ ഏതോ കടപ്പുറത്ത് ഏതോ മറ്റേ ഈ ജർമ്മൻ ഷെപ്പേർഡ് പട്ടികൾ ഇരിക്കുന്ന പോലെ തോന്നുന്നു എനിക്ക്. മനസ്സിലായില്ലേ? നിങ്ങൾക്കത് ഈ തൊപ്പിയൊക്കെ താഴ്ത്തി വെച്ച് നിങ്ങളുടെ കണ്ണ് കാണുന്നില്ല, ചുണ്ടും മുഖവും കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുണ്ടുമ്മേൽ കടിക്കല്ലടാ കുട്ട, ചുണ്ടത്ത് കടിക്കരുത്. കടിക്കരുതെന്ന് മാത്രമല്ല, ചുണ്ടത്ത് മുറിവ് ഉണ്ട്, ചുണ്ടത്തൊരു മുറിയുണ്ട്. അപ്പോൾ നേരത്തെ മുമ്പ് ആരാ കടിച്ചിട്ടുണ്ട്, ആ മുറിയാണ്. അപ്പോൾ ഇനി രണ്ടാമത് ഒരുത്തം കടിക്കുമ്പോൾ അതിൻ്റെ പുറത്തുകൂടി കയറി കടിക്കണ്ടല്ലോ വെച്ചാൽ, ആ മുറിയെ കൂടി കൂട്ടി കടിക്കണ്ടല്ലോ വെച്ചിട്ടാവും അത് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ അവസരം ഉണ്ടാക്കി നിങ്ങൾ തന്നെയാണ് രേണു. അപ്പോൾ മനുഷ്യനൊരു നിലയും വിലയുണ്ട്, അത് കളയരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കണ്ടമാനം നിങ്ങളായിട്ട് ഈ താറടിച്ച് കാണിക്കുന്നതിൻ്റെ കാര്യം ഇതാണ്. അപ്പോൾ നിങ്ങളാണ് ഈ അവസരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? നമുക്ക് അടുത്ത വീഡിയോ കാണാം. രേണു അന്യൻ വല്ലതാണോന്ന് ഒരു സമയത്ത് എന്താ പറയുക, എല്ലാത്തിനും കയറി പ്രതികരിക്കുമെന്ന് പറയുന്നു, ഒരു സമയത്ത് പറയുന്നു ഞാൻ പ്രതികരിക്കത്തില്ല എന്ന്. എവിടെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുമോ? അത് ഒന്ന് അറിയാനാ. ബാക്കി എലിപ്പട്ടിയൊക്കെ ഉണ്ട്, എൻ്റെ പടം വരച്ചാണ്. പുറകിലൊരു എലിപ്പട്ടിയൊക്കെ ഉണ്ട്. അതുപോലെ അതിൻ്റെ ഇടയിൽ വന്ന കമൻറ്റ് അവൾക്ക് അങ്ങനെ വേണം, അവൾ അങ്ങനെയാണ്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് എന്നെപ്പറ്റി? എന്തറിഞ്ഞിട്ടാണ്? ഈ നെഗറ്റീവ് പറയുന്ന ആർക്കും എന്നെ അറിയില്ല. ഞാൻ എന്ത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ഞാനിപ്പോൾ ഏത് അവസ്ഥയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ എന്താണെന്നൊന്നും അറിയില്ല. വെറുതെ കളിയാക്കാൻ എല്ലാവർക്കും ഭയങ്കര മിടുക്കാണ്. എന്നെ നേരിട്ട് കണ്ട ആരും എന്തായാലും ഞാൻ എലിയാണെന്നോ പല്ലിയാണെന്നോ ഒന്നും പറയാറില്ല. ഇത് ശംഖു ശ്രീജിത്ത് എന്ന് പറയുന്നൊരു പെയ്ഡ് ആർട്ടിസ്റ്റാണ്. ഇതാണ് അയാളുടെ പ്രൊഫൈല്. കലയെന്ന് പറയുന്നത് മറ്റുള്ളവരെ കുത്തി നോവിക്കാനുള്ളതല്ല. എനിവേ, നിങ്ങളൊരു നല്ല കലാകാരനാണെങ്കിൽ ഇങ്ങനെയല്ല, മനുഷ്യരെ കുത്തി നോവിച്ചുകൊണ്ടല്ല കല ചെയ്യേണ്ടത് എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മളൊക്കെ പല കലാകാരന്മാരെ കണ്ടിട്ടുണ്ട്. ഇറ്റ്സ് ബാഡ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. കാര്യത്തിൻ്റെ കടപ്പ് അങ്ങനെയാണ്.
രേണുസൂദിനെ ആരെങ്കിലും നല്ലതായിട്ട് പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ലവരാ, അവരോട് പിന്നെ യാതൊരു കുഴപ്പമില്ല. ആരെങ്കിലും മോശം പറഞ്ഞാൽ അവനെ ഊരെ തെറിയാണ്, മൊബൈലിൽ കൂടെ അല്ലെ പരസ്യമായിട്ട് ലൈവിൽ കൂടെ ഒക്കെ വന്നിട്ട്. നിങ്ങൾ തന്നെ നിങ്ങളുടെ വില കളയുകയാണ് രേണു. പിന്നെ ഇപ്പോഴും കൊല്ലത്തൂരെ പേര് വിളിച്ച് പറയുന്നില്ല എന്ന് തോന്നുന്നു. പറയുന്നുണ്ടെങ്കിൽ അതൊന്നും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം അയാൾ മരിച്ചു പോയി. കൊല്ലം സുധീനെ വെറുതെ വിട്. എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇതുവരെയൊക്കെ കാണിച്ചു കൂട്ടിയതെന്നൊക്കെയാണ് നിങ്ങൾ തന്നെ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇതൊക്കെ നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ പോയതാണ്. ഇനിയിപ്പം എന്നാണ് അടുത്ത ചെമ്പരത്തിവാർ ഉദ്ഘാടനത്തിന് അല്ലെങ്കിൽ അടുത്ത ഗൾഫ് യാത്രയ്ക്ക് എന്നാണെന്നുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ രേണുസൂതി ഇടയിലിടയിൽ ഇന്ത്യയെ വിടുന്നുണ്ട്. ഇനിയിപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടി ഇപ്പം ഒരു ന്യൂസ് നില കണ്ടാൽ, പക്ഷേ അത് ഞാൻ ശരിക്കും അതിൻ്റെ കെട്ടിങ് മാത്രമേ നോക്കിയുള്ളൂ. രേണുസൂതി ഇന്ത്യയിൽ നിന്ന് തന്നെ പുറത്ത് പോവുകയാണെന്ന്, ഇന്ത്യ വിടുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്നുള്ള അതിൻ്റെ ന്യൂസ് കിട്ടിയിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മനസ്സിലായില്ലേ? ഓക്കെ, ബൈ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ.